Hi dear students, today we learn our first lesson, reaping gold from soil. മണ്ണിൽ നിന്ന് പൊന്ന് വിളയിക്കാമെന്നാണ് നമ്മുടെ ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര്. How we can reap gold from soil. എങ്ങനെയാണ് മണ്ണിൽ നിന്ന് പൊന്ന് വിളയിക്കുന്നത്? ത്രൂ ഫാമിംഗ്, കൃഷിയിലൂടെയാണല്ലേ. അപ്പോൾ കൃഷിയെക്കുറിച്ചുള്ള ഒരു അധ്യായമാണിത്. See how happily these children maintain their vegetable garden. നോക്കൂ, എത്ര ആഹ്ലാദത്തോടെയാണ് ഈ കുട്ടികൾ അവരുടെ പച്ചക്കറിത്തോട്ടം പരിപാലിക്കുന്നത്. Don't you think their minds also blossom and yield when each plant blossom and yields? ഓരോ ചെടിയും പൂക്കുമ്പോഴും കായ്ക്കുമ്പോഴും അവരുടെ മനസ്സ് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ടാവില്ലേ? A pumpkin vine that sprouted on its own in the backyard of the kitchen was ready to spread. I made a furrow around it, manured and watered it. It grew well, but yielded only 2 or 3 pumpkins. അടുക്കളയുടെ പിന്നാമ്പുറത്ത് തനിയെ മുളച്ചു വന്ന ഒരു മത്തവള്ളി പടരാൻ ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. I made a furrow around it. ഞാൻ അതിന് ഒരു തടമെടുത്ത് മാന്യൂഡ് ആൻഡ് വാട്ടേഡ് ഇട്ട് നനയ്ക്കുകയും വളമിടുകയും ചെയ്തു. ഇറ്റ് ഗ്രോ വെൽ ബട്ട് yielded only 2 or 3 pumpkins. അത് നന്നായി പടർന്നു വളർന്നെങ്കിലും 2-3 കായകൾ മാത്രമാണ് ഉണ്ടായത്. Did you listen to what Babu said? ബാബു പറഞ്ഞത് എന്താണെന്ന് കേട്ടല്ലോ. Why do you think the plant did not produce more fruits? എന്തുകൊണ്ടായിരിക്കും അതിൽ ധാരാളം കായകൾ ഉണ്ടാവാതിരുന്നത്? ബാബു നന്നായിട്ട് നനയ്ക്കുകയും വളമിടുകയും ഒക്കെ ചെയ്തു. പക്ഷെ ആകെ 2-3 പംകിൻസ് മാത്രമാണ് അതിലുണ്ടായത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്? Nurturing along is not enough to get more yield. നല്ല വിളവ് ലഭിക്കണമെങ്കിൽ പരിചരണം മാത്രം പോരാ. പിന്നെയോ there are other factors to be considered too. മറ്റു പല ഘടകങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. എന്തെല്ലാം അതിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം? നോക്കൂ, ഫെർട്ടൈൽ സോയിൽ ഫെർട്ടൈലായിരിക്കണം, നല്ല വളക്കൂറുള്ള ഫലപുഷ്ടിയുള്ള മണ്ണായിരിക്കണം. ഫേവറബിൾ ക്ലൈമറ്റ്, അതിന് വേണ്ട അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥ വേണ്ടി വരും. പിന്നെ ക്വാളിറ്റി സീഡ്സ് ആൻഡ് പ്ലാന്റിംഗ് മെറ്റീരിയൽ, നല്ല വിത്തുകളും നടീൽ വസ്തുക്കളും ആയിരിക്കണം. സീഡ് ക്വാളിറ്റി, വിത്ത് ഗുണത്തെക്കുറിച്ച് നോക്കാം. എ സിംഗിൾ പ്ലാന്റ് yield plenty of seed. ഒരു സസ്യത്തിൽ നിന്ന് തന്നെ ധാരാളം വിത്തുകൾ ലഭിക്കുന്നുണ്ട്. ആർ ആൾ സീഡ്സ് suitable for farming? എല്ലാ വിത്തുകളും കൃഷിക്ക് ഉപയോഗിക്കാമോ? ഒരു പ്ലാന്റിൽ നിന്നുണ്ടാക്കുന്ന എല്ലാ വിത്തുക്കളും കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? Why do you think the pumpkin that grew in the kitchen yard did not produce much? അടുക്കള മുറ്റത്ത് മുളച്ചു വന്ന മത്തൻ വേണ്ടത്ര കായ്ക്കാത്തത് എന്തുകൊണ്ടായിരിക്കാം? നല്ല രീതിയിൽ നനച്ചു കൊടുത്തു, വളമിട്ട് കൊടുത്തു, പക്ഷെ അതിൽ നിന്ന് വേണ്ടത്ര വിളവ് ലഭിച്ചില്ല. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചത്? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഡു യു റിയലൈസ് ദാറ്റ് ആൾ സീഡ്സ് മേ നോട്ട് ഹാവ് ദ സെയിം ക്വാളിറ്റി? മുളച്ചു വന്ന വിത്ത് ഗുണമേന്മയുള്ളതാവണമെന്നുണ്ടോ? അപ്പോൾ വിളച്ച വിത്ത് ഗുണമേന്മയില്ലാത്തതായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അതിൽ നിന്ന് വേണ്ടത്ര വിളവ് ലഭിക്കാതിരുന്നത്. അപ്പോൾ നടുമ്പോൾ നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. What are the factors to be considered while selecting seeds from a plant? ഒരു പ്ലാന്റിൽ നിന്ന് വിത്തുകൾ തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കേണ്ടി വരും? ഒബ്സേർവ് ദീസ് പിക്ചർ, നോട്ട് ദ ഡിഫറൻസ്. ഈ 2 ചിത്രങ്ങൾ നോക്കൂ, ഇവ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തെന്ന് പരിശോധിക്കൂ. വിച്ച് ഹാസ് മോർ yield? ഏതിലാവും കായ്ഫലം കൂടുതലുണ്ടാവുക? ഈ 2 ചിത്രങ്ങൾ കാണുന്നുണ്ടല്ലേ? ഇതിൽ ഏതിലായിരിക്കും കൂടുതൽ വിളവ് ലഭിക്കുക? Can seeds be collected from a diseased plant?
രോഗബാധയുള്ള ഒരു ചെടിയിൽ നിന്ന് വിത്ത് ശേഖരിക്കാമോ? ഇതിൽ 2 പ്ലാന്റ് കാണുന്നുണ്ട് അല്ലേ? ഒന്ന് ഡിസീസ്ഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഡിസീസ്ഡ് പ്ലാന്റിൽ നിന്നും വിത്തുകൾ ശേഖരിക്കാമോ? Have you noticed that fruits are formed in a plant at different stages of its life? ഒരു ചെടിയിൽ ആദ്യമുണ്ടാവുന്ന കായ്കൾ, ഇടയ്ക്കുണ്ടാവുന്ന കായ്കൾ, അവസാനമുണ്ടാവുന്ന കായ്കൾ എന്നിവ ശ്രദ്ധിച്ചിട്ടില്ലേ? Which stage is suitable for collecting seeds? The first formed, mid formed, or those formed at the ends of its growing stage? ഏത് സമയത്തുണ്ടാവുന്ന കായ്കളാണ് വിത്തെടുക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്? അതിൻ്റെ മിഡ് സ്പാനിലുണ്ടാകുന്നത് മധ്യകാല വിളകളായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. Try to write down the qualities essential for a plant from which seeds are collected. വിത്ത് ശേഖരിക്കുന്ന സസ്യത്തിനുണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എഴുതി നോക്കൂ. Plants from which seeds are collected. വിത്ത് ശേഖരിക്കുന്നതിനുള്ള സസ്യം, അതിന് എന്തെല്ലാം ക്വാളിറ്റീസ് വേണ്ടി വരും നോക്കൂ. Seeds must be collected from fruits that form in the mid-span. മധ്യകാല ഫലങ്ങളിൽ നിന്ന് വിത്ത് എടുക്കണം അല്ലേ? മധ്യകാല വിളകളിൽ നിന്നുണ്ടാകുന്ന വിത്തുകളായിരിക്കും ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ളത്. പിന്നെ ദ പ്ലാന്റ് ഷുഡ് ബി മോർ പ്രൊഡക്റ്റീവ്. ഉൽപാദനശേഷി കൂടുതലുള്ള സസ്യമായിരിക്കണം. പിന്നെന്ത് നോക്കണം നമ്മൾ? ഇറ്റ് ഷുഡ് നോട്ട് ബി ഡിസീസ്ഡ് പ്ലാന്റ്. ഇതൊരിക്കലും രോഗമുള്ളൊരു സസ്യമായിരിക്കരുത്. രോഗബാധയുള്ള സസ്യത്തിൽ നിന്നാകുമ്പോൾ അതിന് ഈൽഡ്സ് കുറയാൻ സാധ്യതയുണ്ട്. There may be many crops cultivated in your locality. Observe how any 2 or 3 varieties of seeds are collected and stored and note it down in your science diary. നിങ്ങളുടെ പ്രദേശത്ത് പല വിധത്തിലുള്ള വിളകളും കൃഷി ചെയ്യുന്നുണ്ടാവില്ലേ? എന്തെങ്കിലും 1-2 ഇനങ്ങളുടെ വിത്ത് ശേഖരിക്കുന്നതും സൂക്ഷിച്ചു വയ്ക്കുന്നതും എങ്ങനെയെന്ന് ശാസ്ത്ര പുസ്തകത്തിൽ എഴുതൂ. സോയിങ് ആൻഡ് സ്പ്രോട്ടിങ്. പാകി മുളപ്പിക്കൽ, വിത്ത് പാകി മുളപ്പിക്കൽ. നോക്കൂ. ഇറ്റ് ഈസ് ഈസി ടു സെലക്ട് ഗുഡ് ക്വാളിറ്റി സീഡ്സ് ഫ്രം പ്ലാന്റ്സ് ലൈക്ക് ലേഡീസ് ഫിംഗർ ആൻഡ് പീ. ലേഡീസ് ഫിംഗർ, പയർ പോലത്തെ പ്ലാന്റിൽ നിന്നും നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കാൻ എളുപ്പമാണ്. How will you select quality seeds from plants that have smaller seeds than the above? പക്ഷേ അതിനേക്കാൾ ചെറിയ വിത്തുള്ളവയിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കുന്നത്? ലേഡീസ് ഫിംഗർ, പയർ പോലുള്ളവയിൽ നിന്ന് നല്ല വിത്തുകൾ തിരഞ്ഞെടുക്കാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷേ ഈ ചെറിയ വിത്തുകളുള്ളവയിൽ നിന്ന് നമ്മൾ എങ്ങനെയാണ് നല്ല വിത്ത് തിരഞ്ഞെടുക്കുക? In the case of brinjal, good seedlings are transplanted after sowing and sprouting seeds. അപ്പോൾ അവയിൽ നിന്ന് ബ്രിഞ്ചൽ പോലെയുള്ളവയിൽ നിന്ന് നല്ല സീഡ്സുകൾ തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അപ്പോൾ അവയിൽ നിന്ന് എന്താ ചെയ്യലേ? വിത്ത് പാകി മുളപ്പിച്ച് അവയിൽ നിന്ന് മികച്ച തൈകൾ പറിച്ചു നടുന്ന രീതിയാണ് വഴുതന കൃഷിയിൽ ഒക്കെ ചെയ്യാറുള്ളത്. വഴുതന, തക്കാളി, മുളക് ഇവയിൽ നിന്നും നമുക്ക് നല്ല വിത്ത് തിരഞ്ഞെടുക്കാൻ കഴിയില്ല. അപ്പോൾ പാകി മുളപ്പിച്ചിട്ട് നല്ല തൈകൾ നോക്കി നട്ട് പിടിപ്പിക്കലാണ്. Can you find more example for seedlings that are transplanted and seedlings that are not? Classify them and write in your science diary. തൈകൾ പറിച്ചു നടുന്നവയും അല്ലാത്തവയ്ക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി സയൻസ് ബുക്കിൽ എഴുതൂ. സ്റ്റെം കട്ടിംഗ്. ഇനി നോക്കൂ. Aren't you familiar with the plants that germinate from seeds and those that sprout from other plants? വിത്ത് മുളച്ചുണ്ടാവുന്ന സസ്യങ്ങളും മറ്റു ഭാഗങ്ങൾ മുളച്ചുണ്ടാകുന്ന സസ്യങ്ങളും നിങ്ങൾ പരിചയപ്പെട്ടിട്ടില്ലേ? The formation of seedlings from seed is by sexual reproduction. ഒരു വിത്ത് മുളച്ച് പുതിയൊരു ചെടി ഉണ്ടാകുന്നതിനാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ അഥവാ ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നത്. ഒരു പ്ലാന്റിൻ്റെ വിത്ത് മുളച്ചിട്ട് പുതിയൊരു ന്യൂ പ്ലാന്റ് ഉണ്ടാകുന്ന രീതിക്കാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. The formation of new plantlets from parts like roots, stem and leaf is called vegetative propagation.
ഒരു പ്ലാന്റിൻ്റെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ തൈച്ചെടികൾ ഉണ്ടാവുന്ന രീതിക്കാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ ഓർ കായിക പ്രജനനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ? എന്താണ്? ഒരു പ്ലാന്റിൻ്റെ വിത്ത് മുളച്ച് പുതിയൊരു പ്ലാന്റ് ഉണ്ടാകുന്നതിന് ലൈംഗിക പ്രത്യുൽപാദനം എന്ന് പറയുന്നു. ദ ഫോർമേഷൻ ഓഫ് സീഡ്ലിംഗ് ഫ്രം സീഡ്സ് ഈസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. The formation of new plants from parts like a root, stem and leaf is called a vegetative propagation. Tapioca and sweet potato are cultivated by planting stem cuttings. മരച്ചീനി, മധുരക്കിഴങ്ങ് പോലെയുള്ളവ കൾട്ടിവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ തണ്ട് മുറിച്ച് നട്ടിട്ടാണ്. ഫൈൻഡ് ഔട്ട് മോർ എക്സാമ്പിൾസ് ഫോർ പ്ലാന്റ്സ് ഫോംഡ് ത്രൂ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. കായിക പ്രജനനം വഴിയുണ്ടാകുന്ന സസ്യങ്ങൾക്കും സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴിയുണ്ടാകുന്ന സസ്യങ്ങൾക്കും കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പറയൂ എല്ലാവരും. മാംഗോ, ഓറഞ്ച്, പപ്പായ, ലേഡീസ് ഫിംഗർ എല്ലാം സെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന പ്ലാന്റ്സ് ആണ്. ഇനി വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എക്സാമ്പിൾ ഏതൊക്കെയാണ്? തപ്പിയോക്ക, സ്വീറ്റ് പൊട്ടറ്റോ, കറി ലീഫ്, മുരിങ്ങ ഇതെല്ലാം വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ വഴി ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് എക്സാമ്പിളാണ്. ഈസ് എ ന്യൂ ഗോവ പ്ലാന്റ് പ്രൊഡ്യൂസ്ഡ് യൂഷ്വലി ബൈ പ്ലാന്റിംഗ് ഇറ്റ്സ് സ്റ്റെം കട്ടിംഗ്. സാധാരണയായി പേരയുടെ ഒരു കൊമ്പ് മുറിച്ച് നട്ടിട്ടാണോ പുതിയ സസ്യം ഉണ്ടാകുന്നത്? വാട്ട് ഈസ് ദ മെത്തേഡ് ടു പ്രൊഡ്യൂസ് എ ന്യൂ പ്ലാന്റ് വിത്ത് ആൾ ദ ക്വാളിറ്റീസ് ഓഫ് ദി പേരൻറ്റ് പ്ലാന്റ്? മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള പുതിയൊരു ചെടി ഉൽപ്പാദിപ്പിക്കുന്നതിന് എന്താണ് മാർഗം? വാട്ട് വിൽ ഹാപ്പൻ ഇഫ് വി പ്ലാന്റ് ആഫ്റ്റർ സ്പ്രോട്ടിംഗ് റൂട്ട്സ് ഓൺ ദി ബ്രാഞ്ചസ് ഓഫ് ദി പാരൻറ്റ് പ്ലാന്റ്? മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച ശേഷം നട്ടു നോക്കിയാലോ? ട്രൈ ദീസ് ആക്ടിവിറ്റീസ്. ലെയറിങ് പറഞ്ഞാൽ പതിവെക്കൽ. അതായത് മാതൃസസ്യത്തിൻ്റെ കൊമ്പുകളിൽ വേരുകൾ മുളപ്പിച്ച ശേഷം നടുന്ന ഒരു രീതിയാണ് ലെയറിങ്. നോക്കൂ. സെലക്ട് എ ബ്രാഞ്ച് ഓഫ് ദ പ്ലാന്റ് ഫ്രം വിച്ച് സാപ്ലിംഗ് ഈസ് ടു ബി പ്രൊഡ്യൂസ്ഡ്. നമ്മൾ തൈ ഉൽപ്പാദിപ്പിക്കാൻ വിചാരിച്ച ചെടിയുടെ ഒരു കൊമ്പ് തിരഞ്ഞെടുക്കുക. ദ ബ്രാഞ്ച് മസ്റ്റ് ബി പെൻസിൽ തിക്ക്. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ കമ്പുണ്ടല്ലോ അത് ഒരു പെൻസിൽ വണ്ണമുള്ളതായിരിക്കണം. ഒരു പെൻസിലിൻ്റെ അത്രമേ വണ്ണം ഉണ്ടാവാൻ പാടുള്ളൂ. ദ ബ്രാഞ്ചസ് ഫ്രം ദ മെയിൻ സ്റ്റെം ആർ ബെറ്റർ. നമ്മൾ തിരഞ്ഞെടുക്കുന്ന മെയിൻ സ്റ്റെമ്മിൻ അതായത് പ്രധാന തടിയിൽ നിന്നുള്ള കൊമ്പുകളാണ് ഏറ്റവും ബെറ്റർ. പീൽ ഓഫ് 1 centimeter ഓഫ് ബാർക്ക് ഫ്രം ദ സ്റ്റെം ഇൻ എ സർക്കുലർ ഷേപ്പ്. കൊമ്പിൽ 1 സെൻറ്റിമീറ്റർ വീതിയിൽ വളയാകൃതിയിൽ തൊലി ചെത്തി മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യണം? കവർ ദ പീൽഡ് ഓഫ് പാർട്ട് വിത്ത് എ സ്ലൈറ്റ്ലി മോയ്സ്റ്റൻഡ് മിക്സ്ചർ ഓഫ് കോക്കനട്ട് ഫൈബർ, സോയിൽ ആൻഡ് സോഡസ്റ്റ്. തൊലി ചെത്തി മാറ്റിയ ഭാഗത്തെ ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം ചെറിയ നനവോടെ വെച്ച് കെട്ടുക. നമ്മൾ തൊലി ചെത്തി മാറ്റുമല്ലോ, ആ ഭാഗത്തെ ചകിരിച്ചോറും മണ്ണും മരപ്പൊടിയും ചേർന്ന മിശ്രിതം ചെറിയ നനവോടെ വെച്ച് കെട്ടുക. കവർ ഇറ്റ് വിത്ത് എ പോളിത്തീൻ ഷീറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഒരു പോളിത്തീൻ ഷീറ്റ് കൊണ്ട് പൊതിയുക. ഒരു കവറ് കൊണ്ട്, പ്ലാസ്റ്റിക് കവറ് കൊണ്ട് പൊതിയുക. ടൈ ബോത്ത് എൻഡ്സ് വിത്ത് ജൂട്ട് ട്വിൻ. അതിന് രണ്ടറ്റത്തും ചാക്കുനൂല് ഉപയോഗിച്ച് കെട്ടണം. എന്നിട്ടോ വെറ്റ് ഇത് വിത്ത് ഇനഫ് വാട്ടർ ടു റിറ്റെയിൻ മോയ്സ്ചർ. ഈർപ്പം നിലനിർത്താൻ ആവശ്യമായ രീതിയിൽ നനച്ചു കൊടുക്കണം. നന്നായിട്ട് നനക്കണ്ട, അതിലെപ്പോഴും ഇങ്ങനെ ഈർപ്പം ഒരിക്കലും ഉണങ്ങാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. ന്യൂമറസ് റൂട്ട്സ് വിൽ സ്പ്രോട്ട് വിത്തിൻ 2 months. ഒരു 2 മാസമൊക്കെ കഴിയുമ്പോൾ അതിൽ ധാരാളം വേരുകൾ വരാൻ തുടങ്ങും. കട്ട് ദ ബ്രാഞ്ച് ആൻഡ് പ്ലാന്റ് ഇറ്റ് ഇൻ എ പോട്ട്. ഒരു കൊമ്പ് മുറിച്ചെടുത്ത് മണ്ണിൽ നടാകുന്നവരെ അതിനെ ചട്ടിയിൽ വളർത്താം. പിന്നെ ടിൽ ഇറ്റ് റെഡി ടു ബി ട്രാൻസ്പ്ലാന്റഡ് ഇൻ ദ സോയിൽ. അത് കുറച്ച് കഴിഞ്ഞിട്ട് മണ്ണിൽ നടാനാകുന്നതുവരെ ചട്ടിയിൽ വളർത്തുക. എന്നിട്ടോ കുറച്ച് കഴിയുമ്പോൾ നിർമ്മിച്ചെടുത്ത തൈ ഉചിതമായ സ്ഥലത്ത് അത് പറ്റിയ ഒരു ഫേവറബിൾ സോയിൽ നോക്കിയിട്ട്
അവിടെ നടുക. എല്ലാവരും ഇങ്ങനെ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കൊണ്ടു. Layering is effective in plants like jasmine, rose, hibiscus, cashew and sapota. സപ്പോട്ട, കശുമാവ്, ചെമ്പരത്തി, റോസ്, പിച്ചി, മുല്ല എന്നിവ പോലുള്ള സസ്യങ്ങളിൽ പതിവയ്ക്കൽ ഫലപ്രദമാണ്. Layering is also done on plants that grow close to the soil by bending the middle of the branch into the soil. മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന പ്ലാന്റ്സിൻ്റെ കൊമ്പുകൾ മണ്ണിലേക്ക് വളച്ചു വെച്ചും ലെയറിങ് ചെയ്യാറുണ്ട്. ഈ ചിത്രത്തിൽ നോക്കൂ, പ്ലാന്റിൻ്റെ ഒരു സ്റ്റെമ്മ് മണ്ണിലോട്ട് വളർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ വളർന്നു വരുന്ന സ്റ്റെമ്മിൽ ലെയറിങ് ചെയ്യാൻ എളുപ്പമാണ്. അങ്ങനെയും ലെയറിങ് ചെയ്യാറുണ്ട്. ലെറ്റ് us examine some information related to the layering. പതിവെക്കലുമായി ബന്ധപ്പെട്ട് ചില വിവരങ്ങൾ ശ്രദ്ധിക്കൂ. Most of the plants can be grown in this way. മിക്ക ചെടികളും പതിവെച്ച് വളർത്താം. അധികം പ്ലാന്റ്സും ഇതുപോലെ പതിവെക്കലിലൂടെ ലെയറിങ്ങിലൂടെ നമുക്ക് വളർത്താൻ കഴിയും. Plants formed from layering do not have as much lifespan as plants formed from seed germination. They will be of small size too. വിത്ത് മുളച്ചുണ്ടാകുന്ന ചെടിയുടെ അത്ര തന്നെ ആയുർദൈർഘ്യം ലെയറിങ് മുഖേനയുണ്ടാകുന്ന പ്ലാന്റ്സിന് ഉണ്ടായിരിക്കില്ല. വലിപ്പവും കുറവായിരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ലെയറിങ് നടത്തിയ പ്ലാന്റ്സ്, ചില മാവുകളൊക്കെ. അത് നമ്മുടെ സാധാരണ മാവിൻ്റെ അത്ര, സീഡ് മുളച്ചുണ്ടാകുന്ന മാവിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവില്ല. ദേ വിൽ ബി ഓഫ് സ്മാളർ സൈസ് ടു, ചെറിയ വലിപ്പമായിരിക്കും. ദേ ഹാവ് ക്വാളിറ്റീസ് ഓഫ് ദി പാരൻറ്റ് പ്ലാന്റ്. പിന്നെയോ മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഇതിനും ഉണ്ടാവും. If layering is done on diseased plant, new plants will also be infected. ലെയറിങ് നടത്തുന്നത് രോഗബാധയുള്ള ചെടിയിലാണെങ്കിലോ ആ പുതിയ ഉണ്ടാകുന്ന ചെടിക്കും അതുപോലത്തെ രോഗം ഉണ്ടായേക്കാം. Flowering and fruiting of such plants are faster than those in plants formed from seeds. ഒരു സീഡ് മുളച്ചുണ്ടാകുന്ന ചെടികളേക്കാൾ പെട്ടെന്ന് ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ് ഇത്തരം പ്ലാന്റ്സിൽ പെട്ടെന്ന് നടക്കും. വിത്ത് മുഖേന ഉൽപ്പാദിക്കപ്പെടുന്ന ചെടികളേക്കാൾ വേഗത്തിൽ ഇവ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുണ്ട്. Through this method we can produce more sapling within a short period. ചുരുങ്ങിയ കാലയളവിൽ കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാം. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. Layered plants do not possess the taproot system. ഇതിന് തായ്വേര് പടലം ഉണ്ടായിരിക്കില്ല. വളരെ വലിയ വേരുകളൊന്നും ഇത്തരം പ്ലാന്റ്സിന് ഉണ്ടായിരിക്കില്ല. They require more care. ഇതിന് കൂടുതൽ പരിചരണം ആവശ്യമായി വരും. നമ്മൾ സീഡ് മുളച്ചുണ്ടാകുന്ന ഒരു പ്ലാന്റിന് കൊടുക്കുന്നതിനേക്കാൾ ശ്രദ്ധയും പരിചരണവും ആർക്ക് കൊടുക്കണം? ലെയറിങ് മുഖേന ഉണ്ടാക്കുന്ന ചെടികൾക്ക് കൊടുക്കേണ്ടി വരും. With the help of the information given above, write down in your science diary the merits and demerits of the plants produced through layering. ഈ മുകളിൽ തന്നിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ കേട്ടില്ലേ? ഇതിൽ നിന്നും ഒരു പ്ലാന്റ്, ലെയറിങ് മുഖേന ഉണ്ടാകുന്ന ഒരു പ്ലാന്റിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും തരംതിരിച്ചെഴുതൂ. അതിൻ്റെ ഗുണങ്ങളും അതിൻ്റെ ദോഷങ്ങളും, ലെയറിങ് മുഖേന ഉണ്ടാകുന്ന ഒരു പ്ലാന്റിന് ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും വേർതിരിച്ചെഴുതൂ. ഇനി അടുത്ത മെത്തേഡ് നോക്കാം. ഗ്രാഫ്റ്റിംഗ്. കൊമ്പ് ഒട്ടിക്കലാണ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. ഗ്രാഫ്റ്റിംഗ് ഈസ് അനദർ മെത്തേഡ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ്സ്. ഗുണമേന്മയുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള മറ്റൊരു മാർഗമാണ് കൊമ്പ് ഒട്ടിക്കൽ. കൊമ്പ് ഒട്ടിക്കലുടെയും പുതിയൊരു പ്ലാന്റിനെ ഉണ്ടാക്കാറുണ്ട്. ദിസ് മെത്തേഡ് ഈസ് പ്രാക്ടീസ്ഡ് ഫ്രം ആൻഷ്യന്റ് ടൈംസ്. പണ്ട് മുതൽക്കേ നാം ഉപയോഗിച്ചിരുന്ന ഒരു രീതിയാണ് ഗ്രാഫ്റ്റിംഗ് അഥവാ കൊമ്പൊട്ടിക്കൽ. Superior quality plants are produced by joining the stems of two plants of the same species. ഒരേ വർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ തണ്ടുകൾ പരസ്പരം ഒട്ടിച്ച് ചേർത്ത് ഗുണമേന്മയുള്ള സസ്യമുണ്ടാക്കുന്ന രീതിയാണ് എന്ത്? ഗ്രാഫ്റ്റിംഗ്. The rooted plant selected for grafting is called a stalk and the branch selected for grafting is scion.
ഒട്ടിക്കലിനു വേണ്ടി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ സ്റ്റോക്ക് അഥവാ മൂലകാണ്ഡമെന്നും ഒട്ടിക്കുന്ന കൊമ്പിനെ സയൺ അഥവാ ഒട്ടുകമ്പ് എന്നും പറയുന്നു. ദ റൂട്ടഡ് പ്ലാന്റ് സെലക്ടഡ് ഫ്രം ഗ്രാഫ്റ്റിംഗ് ഈസ് കാൾഡ് സ്റ്റോക്ക് ആൻഡ് ദ ബ്രാഞ്ച് സെലക്ടഡ് ഫോർ ഗ്രാഫ്റ്റിംഗ് ഈസ് കാൾഡ് സയോൺ. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, ഇത്രയും എടുത്ത ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഇനി തുടർന്ന് വരുന്ന പുതിയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ തുടർന്നുള്ള എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് ലഭിക്കും.